ഹലോ, അപ്പോൾ ഇത് നല്ല അടിപൊളി കണമ്പ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കൊരു പാല് പിഴിഞ്ഞുള്ളൊരു കറി ഉണ്ടാക്കിയല്ലോ. ഇപ്പോൾ കണമ്പൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുടംപുളിയൊക്കെ ഇട്ട് വെക്കണതിന് നല്ലത് പാലൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച് കറിയുള്ള അത് വെക്കണമായിരിക്കും നല്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെട്ടിയത് കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് നമുക്കിത് ചട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ എടുത്തിരിക്കണം. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചതച്ചൊക്കെ ആണെങ്കിൽ ഇടാം കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മൂത്ത് തന്നെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതേ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും പിന്നെ പച്ചമുളക് അതുപോലെ കറിവേപ്പില അതും കൂടി ഇട്ടിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് തന്നെ വരെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പൊടി ഐറ്റംസുകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി മല്ലിപ്പൊടി ഇത്തിരി അധികം എടുത്തോ. അതേപോലെ മുളക് പൊടി നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന്, അതുപോലെ കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതൊന്ന് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങ അരച്ചൊക്കെ വെക്കണതിന് നല്ലത് ഇതേപോലെ വെക്കണമായിരിക്കും നമ്മുടെ കണമ്പൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ ഒരു തക്കാളിയും കൂടി അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പുളിയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കുടംപുളിയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, സെക്കൻഡ് പാലാണേ. അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വന്ന വരെ നമുക്കൊന്ന് നോക്കാം. ഇനി ഈ പാലിൽ വേണം കേട്ടോ നമ്മുടെ മീനൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അതാണ് എടുത്തിരിക്കുന്നത്, കുടംപുളി എടുത്തിട്ടില്ല. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ അത് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കണമ്പിനൊക്കെ. അപ്പോൾ നമ്മൾ മൂടി വെച്ച് ഞാനൊന്ന് വേവിച്ചായിരുന്നു ആ പാലിലൊക്കെ തന്നെ ഇട്ട്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാലൊഴിക്കുമ്പോൾ അധികം ഒന്നും അങ്ങോട്ട് തിളക്കണ്ട, ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി കേട്ടോ. അതപ്പോൾ നമ്മുടെ ആദ്യം നമ്മൾ ഒഴിക്കണ പാലിൽ തന്നെ മീനൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി അധികം തിളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ അങ്ങോട്ട് ഓഫാക്കിക്കോളൂ കേട്ടോ ഫ്ലെയിം. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ കണമ്പ് കറി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.